വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെല്ലാരും കൂടെ ചെറിയൊരു ട്രിപ്പ് പോവാട്ടോ. ട്രിപ്പ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടാ. നമ്മൾ പറഞ്ഞ ഇറങ്ങിയപ്പോഴേക്കും ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഇത്ര നേരം വൈകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്താട്ടാ. പിറ്റേ ദിവസം ഇപ്പൊ പോണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും വെറുതെ ഇരിക്കല്ലേ, ഒന്ന് പോയിട്ട് വരാന്ന് വെച്ച് ഇറങ്ങിയതാ. ഞങ്ങളെല്ലാരും ഉണ്ട് കേട്ടോ. പിന്നെ അവനാണെങ്കിൽ വണ്ടി കയറുന്ന ഭയങ്കര ഇഷ്ടാട്ടാ. ആൾക്ക് വണ്ടി കയറിയ കരച്ചലോ വാശിയോ ഒന്നും ഇല്ലാട്ടോ. മിണ്ടാണ്ട് അവിടെ ഇരുന്നോളൂ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഫുഡ് കഴിച്ചിട്ടല്ലാട്ടോ ഇറങ്ങിയത്. നമ്മളെവിടെയെങ്കിലും പോണെന്നെ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാ. ഉച്ച ആയതുകൊണ്ട് വന്നിട്ട് വിശക്കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തൊടുപുഴയിലൊരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. ഞങ്ങള് വാഗമണ്ണാട്ടോ പോണത്. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറുമ്പോ സീറ്റിൽ ഇവനിങ്ങനെ കിടത്തൂട്ടാ. ഇവനെ എടുത്തു പിടിച്ചോണ്ട് ഫുഡ് കഴിക്കാൻ ഇത്തിരി പാടാട്ടാ. ഞങ്ങള് കടയിൽ കയറിയപ്പോ ഒടുക്കത്തെ തിരക്കായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത്. ഞാനിക്കും ബീഫിന്റെ വാരിയൽ മന്തിയാണേ പറഞ്ഞേ. പിന്നെ ഉമ്മയും അച്ഛനും കൂടെ അൽഫാമ പറഞ്ഞേ. ഞങ്ങള് വേഗം അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടാ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേഗം അവിടെ എത്തണായിരുന്നു കേട്ടാ. പിന്നെ രാത്രി ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതാ. പിന്നെ നമ്മൾ പോണ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു ഇത് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ടാ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു വിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കറങ്ങാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് അധികം സ്ഥലത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടാ. ആളാണ് ഫോട്ടോസോ വീഡിയോസ് എടുക്കാൻ ഒന്നും നിന്നില്ല കേട്ടോ. നമ്മൾ പിടിച്ചു വലിച്ച് നിർത്തണം. ഇതന്നെ ഞാൻ പൊന്തോരം പറഞ്ഞിട്ട് വന്ന് നിക്കണേന്നറിയോ. ആളെന്താ ചെയ്യണ്ടേന്ന് വെക്കുമ്പോ ഞാൻ ഇങ്ങോട്ടോക്ക് അങ്ങോട്ടോക്ക് വെറുതെ ഇങ്ങനെ നിന്നാതി എന്നൊക്കെ പറയണതാട്ടത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നതിനിപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം കട കണ്ടു. അപ്പൊ അവിടെ നിർത്തി ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചുട്ടാ. ഒന്നാമത്തെ തന്നെ അവിടെ അത്യാവശ്യം നല്ല തണുണ്ടായിരുന്നുട്ടാ. ഐസ്ക്രീമും കൂടെ ഇപ്പൊ അടിപൊളിയായി. ഞാൻ സ്ട്രോബെറി ആട്ടോ മേടിച്ചേ. എനിക്ക് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഞാനാട്ടോ ഇഷ്ടം. ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പോ ഇക്ക തിന്നണ ഓരോ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു തന്നെ ചീത്ത പറയാനായിട്ടാ കാണണേ. അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ടാ. പിന്നെ പോണൊക്കെ ഇതിന്റെ മുകളിൽ കയറി ഞാൻ മൊത്തം ഷോർക്കലായിരുന്നുട്ടാ. പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയാട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൻ ഉറക്കത്തിൽ നനച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കളിപ്പിച്ച് അവിടെ ഇരുന്നു. ഇവനാണ് ഈ വണ്ടി കയറി ഭയങ്കര ഉറക്ക. ഇടയ്ക്കൊന്ന് എണീക്കും, വീണ്ടും ഉറങ്ങും. പിന്നെ ഞങ്ങളാണ് ഈ മാപ്പ് നോക്കിയിട്ടാണ് പോണത്. അവിടെയാണെങ്കിൽ ഒട്ടും റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ മാപ്പ് നോക്കി പോയി അവസാനം വഴി കിട്ടിയിട്ടാ. ഞങ്ങൾ ഏതൊരു എക്സ്റ്റേറ്റിന്റെ ഉള്ളിക്കോടുള്ള വഴി കൂടെയൊക്കെ പോയത്. അവിടെയുള്ള ചേട്ടന്മാരോട് ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതല്ല വഴി, വേറെ വഴിയാന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ ശരിക്കും പെട്ടുപോയിട്ടാ. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി. കറങ്ങാൻ പോയപ്പോ ഇത്രയ്ക്കും കറങ്ങുമെന്ന് പ്രതീക്ഷയില്ലാട്ടാ. തേയിലത്തോട്ടത്തിന്റെ ഉള്ളിക്കൂടെ ഒരുപാട് പ്രാവശ്യം കറങ്ങിയിട്ടാ. എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് കൊള്ളണില്ല. അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.